ഇതാണ് നമ്മുടെ കായ്ച്ചക്കണി. ഇത് നമ്മുടെ കായ്ച്ചക്കണി കെട്ടുന്നതിന് മുമ്പത്തെ എൻ്റെ പീച്ചിങ്ങയാണ്. അതിൻ്റെ അവസ്ഥ കണ്ടോ? ഇതിങ്ങനെ കീച്ച് കുത്തിയതിന് ശേഷമാണ് ഞാൻ ഈ കായ്ച്ചക്കണി കെട്ടുന്നത്. അതിനുശേഷം എനിക്ക് പുതിയൊരു പീച്ചിങ്ങ ഉണ്ടായി വന്നു. നോക്ക്, ഒരു ഈച്ച പോലും അതിനെ കുത്തിയിട്ടില്ല കേട്ടോ. ഇത് കാണിക്കുന്നത് എന്തെന്നറിയാമോ? നമ്മുടെ കായ്ച്ചക്കണി അത്ര പവർഫുള്ളാണ്. ഇതുണ്ടോ, ഒരു ഈച്ച പോലും കുത്താത്ത സൂപ്പർ സാധനം. ഈ കെണിയെ പല സാധനങ്ങൾ വെച്ചുണ്ടാക്കാം. തുളസിയില ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. പക്ഷെ ഞാൻ പ്രയോഗിച്ച തുളസിയിലയല്ല, ഇതിനകത്ത് പല സാധനങ്ങളും മിക്സ് ചെയ്തതാണ്. സംഭവം സൂപ്പറാണ്. നിറച്ച് ഈച്ച വീണിരിക്കുക. ആർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ സാധനം. ഈ കെണിയെ ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഒന്നും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവരത് കാണണം. നമ്മുടെ വീട്ടിലുള്ള സിമ്പിൾ സാധനങ്ങൾ വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ആർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. പരീക്ഷിച്ച് നോക്കണം. ഭയങ്കര എഫക്റ്റീവാട്ടോ. പല പ്രാവശ്യം ഓർത്തു ഇവനെ അങ്ങ് മുറിച്ച് കളയണമെന്ന്. പിന്നെ ഓർക്കും ഇതൊരു പ്രൂഫല്ലേ, അവിടെ നിൽക്കട്ടെന്ന്. നമ്മൾ വെച്ച കെണിയിലേ ഈച്ചകൾ നിറച്ചു വീണു. സംഭവം നല്ല എഫക്റ്റീവാട്ടോ. എല്ലാവരുമേ ഒരേ ഫ്രെയിമിലുണ്ട്. കെണി കെട്ടുന്നതിന് മുമ്പുള്ളയാളിത്, പിന്നെ നമ്മുടെ കെണിയെ, പിന്നെ അങ്ങ് ദൂരെ കാണുന്നത് പിന്നീട് വന്ന നമ്മുടെ പീച്ചിങ്ങ. അവൻ ഒരു കായ്ച്ച പോലും കുത്തിയിട്ടില്ല. നമ്മുടെ ഈ കെണി ഉണ്ടാക്കുന്ന മിക്സർ എന്തൊക്കെ സാധനങ്ങളാണ് അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതുണ്ടാക്കുന്ന വിധം എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ആ ലോങ് വീഡിയോ ഒന്ന് കയറി കാണണം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വെളിയിൽ നിന്ന് ഒരു സാധനം പോലും മേടിക്കണ്ട. അപ്പം ഇത് കണ്ടിട്ടില്ലാത്തവർ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി വെക്കൂ. നമ്മുടെ പച്ചക്കറികളെ നമുക്ക് തന്നെ ഈ ഉള്ള കീടങ്ങളിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യാം. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.